ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്നിവിടെ പരിചയപ്പെടാൻ പോകുന്നത് BI എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ഒരു അഡാപ്റ്റർ UPS ആണ്. അഡാപ്റ്റർ UPS എന്താണെന്ന് കുറച്ച് പേരെങ്കിലും അറിയായിരിക്കും, ഉപയോഗിക്കുന്നവരുണ്ടാവാം. അപ്പോൾ ഈ അഡാപ്റ്റർ UPS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ റൗട്ടർ UPS കണ്ടുണ്ടാവും. അത് ഇതുപോലത്തെ ഒരു റൗട്ടർ UPS, അതായത് നമ്മൾ കറണ്ട് പോകുമ്പോഴും നമ്മുടെ ബ്രോഡ്ബാൻഡ് മോഡം പവർ ഓൺ ആയിട്ടിരിക്കാനായിട്ട് നമ്മൾ ബ്രോഡ്ബാൻഡ് ONTക്ക് പവർ ഓൺ ചെയ്യാനിരിക്കാനുള്ള ഒന്നാണ് ഈ ഒരു റൗട്ടർ UPS. അപ്പോൾ ഈ റൗട്ടർ UPS നമുക്ക് അതിനേക്കാളും എളുപ്പത്തിൽ, അതായത് ആ ഒരു അഡാപ്റ്റർ, ഇതിപ്പോൾ നമുക്ക് അഡാപ്റ്റർ കുത്തിയിട്ട് ഇതിന് പവർ കൊടുക്കാം. അതായത് നമ്മുടെ മോഡത്തിന് പവർ കൊടുക്കാം. പവർ കൊടുക്കുമ്പോൾ ഇത് ഓണാവും. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നറിയില്ല. ഇപ്പോൾ ഇത് പവേർഡാണ്, ഇത് ലൈറ്റ് തെളിയുന്നത് കാണാം, കണ്ടില്ലേ? അതായത് പവർ ഓണായി. എന്നാൽ നമ്മൾ ഈ ചാർജർ അഡാപ്റ്റർ കുത്തിയിട്ടില്ല. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു UPS ആണ്. അതായത് നമുക്കിത് ഡയറക്റ്റ് പ്ലഗ് ചെയ്യാം. ഡയറക്റ്റ് പ്ലഗ് ചെയ്തതിന് ശേഷം നമുക്ക് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു UPS പോലെ, അതായത് കറണ്ട് പോയിട്ടുണ്ടെങ്കിലും ഇത് വർക്ക് ചെയ്യും. അതായത് കണ്ടില്ലേ, ഇപ്പോൾ ഞാൻ ഇതിനകത്ത് കണക്ട് ചെയ്തിട്ടൊക്കെയാണ്, പക്ഷേ ഇത് കറണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കപ്പ് കിട്ടും. അതായത് ഒരു UPS പോലെ പ്രവർത്തിക്കും. അതാണ് ഈ ഒരു അഡാപ്റ്റർ UPS എന്ന് പറയുന്നത്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ഞാനിപ്പോൾ നമ്മുടെ വീഡിയോയിൽ നോക്കാം. ഈ കാണുന്നതാണ് BI എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു അഡാപ്റ്റർ UPS. ഇത് ഒരു 12 വോൾട്ട് 1 ആംപിയർ ഉള്ള ഒരു അഡാപ്റ്റർ UPS ആണ്. ഇതിൽ നമുക്ക് 12 വോൾട്ട് മാത്രമല്ല, നമുക്ക് ഇത് ക്യാമറയ്ക്കൊക്കെ ഉപയോഗിക്കാവുന്ന, അതായത് ഈ കാണുന്ന പോലെ 5 വോൾട്ട് USB ഉള്ള, അതായത് ഈ പിന്ന് 5 വോൾട്ട് USB ഉള്ളത്. ഇപ്പോൾ നമ്മുടെ ഇത് 12 വോൾട്ട് 1 ആംപിയറിൻ്റെ ഒരു കേബിളാണത്, DC കേബിളാണത്. ഇത് തന്നെ 5 വോൾട്ട് USB ഉള്ള കേബിൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ 5 വോൾട്ട് DC കേബിൾ വരുന്നുണ്ട്. 5 വോൾട്ടിൻ്റെ 12 വോൾട്ടിൻ്റെ DC കേബിൾ, അതായത് ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചേക്കുന്ന 12 വോൾട്ടിൻ്റെ വന്നിട്ടുണ്ട്, 5 വോൾട്ടിൻ്റെ വരുന്നുണ്ട്. കാരണം ചില റൂട്ടറുകളെല്ലാം 5 വോൾട്ട് ആയിരിക്കും. സോ അതുപോലെ തന്നെ ചില മോഡത്തിന് കുത്താൻ പറ്റിയ സൈസുള്ള, അതായത് മറ്റേ വൈഫൈ ക്യാമറകൾക്ക് കുത്താൻ പറ്റിയിട്ടുള്ള 5 വോൾട്ടിൻ്റെ USB പോർട്ടുള്ള അഡാപ്റ്റർ UPSകളും വരുന്നുണ്ട്. അതിന് പുറമെ തന്നെ ഈ അഡാപ്റ്റർ UPSൽ ഒരു കുറച്ചധികം പ്രൊട്ടക്ഷൻസ് അത് പറയുന്നുണ്ട്. അതായത് ഓവർ വോൾട്ടേജ് പ്രൊട്ടക്ഷൻ, ഓവർ ചാർജ് പ്രൊട്ടക്ഷൻ, പിന്നെ ഡീപ്പ് ഡിസ്ചാർജ് പ്രൊട്ടക്ഷൻ, ഓവർലോഡ് പ്രൊട്ടക്ഷൻ, അങ്ങനെ ഒരുപാട് 1 to 4 hours ബാക്കപ്പാണ് അത് പറയുന്നത്. നിങ്ങൾക്ക് കാണാൻ അത് കൊടുത്തിരിക്കുന്ന 1 to 4 hours ബാക്കപ്പാണ്. ഓട്ടോ ഡിസ്ചാർജ് ഉണ്ട്, 2600 mAh ബാറ്ററി കപ്പാസിറ്റി കൊടുത്തിട്ടുണ്ട്, പിന്നെ ഇൻസ്റ്റൻറ്റ് പവർ കട്ട് ഓഫ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഇൻ്റലിജൻറ്റ് ചാർജിങ്, 3x ലോങ്ങർ ബാറ്ററി ലൈഫ്, ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷൻ, സർജ് പ്രൊട്ടക്ഷൻ, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കുക. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു 12 വോൾട്ട് 1 ആംപിയറിൻ്റെ അഡാപ്റ്റർ, അഡാപ്റ്റർ UPS ഓൾറെഡി അത് കണക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് കണ്ടില്ലേ, ഈ ഒരു ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ടല്ലേ? അതായത് ഈ ഒരു ഇപ്പോൾ ഓൾറെഡി കണക്ഷൻ ഇപ്പോൾ അത് വരുന്നുണ്ട്. അതായത് ഒരു UPS ആയതുകൊണ്ട് തന്നെ നമ്മൾ കണക്ട് ചെയ്യാതെ തന്നെ ഓൾറെഡി ഇത് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ONT അപ്പാകത്തേന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് ഇതൊരു കണക്ട് ചെയ്യാൻ വേണ്ടി മാത്രം, ഒരു വീഡിയോയ്ക്ക് വേണ്ടി മാത്രം കണക്ട് ചെയ്തിട്ടുള്ളൂ. കണക്ഷൻ കൊടുത്തിട്ടില്ല, അതായത് ഫൈബർ കണക്ഷൻ കൊടുക്കാത്തതുകൊണ്ടാണ്. പക്ഷേ ഇത് മോഡം നമുക്ക് ഓണായി തന്നെ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അതായത് നമ്മൾ ആ ഒരു റൗട്ടർ UPSന് വരെ ഇതൊരെണ്ണം മേടിക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ അഡാപ്റ്ററിൽ ഇത് കണക്ട് ചെയ്യാം. അതായത് അഡാപ്റ്റർ കണക്ട് ചെയ്തിട്ട് നമ്മളത് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മൾ അഡാപ്റ്റർ കണക്ട് ചെയ്ത് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലൊരു അഡാപ്റ്റർ കണക്ട് ചെയ്തിട്ട് നമ്മൾ ഓൺ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ഒരു ബ്ലൂ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യണം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അത് ഫുള്ളായി കഴിയുമ്പോൾ ഈ ഒരു ബ്ലൂ ലൈറ്റ് സ്റ്റഡി ആയിട്ട് തന്നെ നിൽക്കും. അപ്പോൾ നമ്മളത് ആദ്യം മേടിച്ച് കഴിയുമ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് അപ്പം തന്നെ അത് കുത്തരുത്, അത് ഓണാവില്ല. കുറച്ച് നേരം നമ്മളത് കണക്ട് ചെയ്തിട്ട് ഫുൾ ചാർജ് ആയതിനു ശേഷം വേണം ഇത് പ്ലഗ് ചെയ്യാനായിട്ട്. വളരെ നല്ലൊരു ഉപയോഗമുള്ള ഒന്നാണിത്. അതായത് നമ്മളിപ്പോൾ ഇത് പവർ ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിലും, അതായത് അത് റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് കാണാം നമ്മുടെ റൂട്ടർ അല്ലെങ്കിൽ മോഡം ആയാലും ഇപ്പോൾ ONT ആയാലും അത് പവേർഡ് അപ്പ് ആയിരിക്കുന്നതാണ്. അതായത് കണക്ഷൻ കട്ടാകില്ല. നമുക്കത് പവേർഡായിട്ട് തന്നെ എപ്പോഴും ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ് ഈ ഒരു അഡാപ്റ്റർ UPS എന്ന് പറഞ്ഞത്. ഇത് വളരെ അധികം പ്രൈസ് ഇല്ലാത്തൊരു പ്രോഡക്റ്റാണ്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഡീറ്റെയിൽ വാട്സപ്പ് ചെയ്താൽ മതി. ഞാൻ എൻ്റെ ഡീറ്റെയിലും പ്രൈസ് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ലൈറ്റ് കത്തിയേക്കുന്നത് നമ്മൾ നോക്കണ്ട. ഇത് കുറച്ച് നേരം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി തന്നെ ഇത് കെട്ടുകൊള്ളും. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് നേരം അത് കത്തി നിൽക്കുന്നതാണ്. സോ ഇത് നല്ലൊരു അത്യാവശ്യം 1 തുടങ്ങി 4 മണിക്കൂർ വരെ ബാറ്ററി ബാക്കപ്പ് കിട്ടുന്ന ഒന്നാണ് ഈ ഒരു അഡാപ്റ്റർ UPS എന്ന് പറയുന്നത്. നോർമൽ ഒരു റൗട്ടർ UPSകൾ, അതായത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും റൗട്ടർ UPS, ഈ കാണുന്ന ഒരു റൗട്ടർ UPS ആണ്. സോ ഈ റൗട്ടർ UPS പോലെ തന്നെ
അത്യാവശ്യം നല്ലൊരു ഒന്നാണ് ഈ ഒരു അഡാപ്റ്റർ UPS എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇപ്പോൾ ഈ ഒരു പിന്നാണെന്നേ ഉള്ളൂ നമുക്ക് അതിൻ്റെ USB പിന്നുള്ളത് കിട്ടും. അതായത് വൈഫൈ ക്യാമറകൾക്കും മറ്റും ഉപയോഗിക്കാവുന്ന 5 വോൾട്ടിൻ്റെ USB പോർട്ടുള്ളതോ അല്ലെങ്കിൽ C പോർട്ടുള്ളതൊക്കെ ആയിട്ടുള്ള അഡാപ്റ്റേഴ്സും ഇങ്ങനത്തെ അഡാപ്റ്റേഴ്സും നിലവിൽ ലഭ്യമാണ്. ഇപ്പോൾ നമ്മൾ ഈ ഒരു അഡാപ്റ്റർ UPS ഒന്ന് മാറ്റി വെച്ചിട്ട് നമ്മുടെ ഈ റൗട്ടർ UPS ഒന്ന് കണക്ട് ചെയ്ത് കാണിച്ചു തരാം. അതായത് റൗട്ടർ UPS കണക്ട് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നോർമലി ആ ഒരു പവർ, അതായത് ഈ ഒരു റൗട്ടർ അല്ലെങ്കിൽ മോഡത്തിൻ്റെ അല്ലെങ്കിൽ ONTയുടെ ആ ഒരു അഡാപ്റ്റർ ഉണ്ടാവും. ആ അഡാപ്റ്റർ വേണം നമ്മൾ ഇവിടെ കണക്ട് ചെയ്യാനായിട്ട്, അതായത് ഈ ഒരു റൗട്ടർ UPSൽ കണക്ട് ചെയ്യാനായിട്ട്. എന്നിട്ട് അത് ഓൺ ചെയ്യണം. റൗട്ടർ UPS ഓൺ ചെയ്തിട്ട് ആ റൗട്ടർ UPSൻ്റെ ഈ ഒരു 12 വോൾട്ടിൻ്റെ പിൻ ഉണ്ടാവും, അത് വേണം നമ്മളിവിടെ കണക്ട് ചെയ്യാനായിട്ട്. അപ്പോഴാണ് ഇത് നമുക്ക് കാണാം. അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. നോർമലി അത് നമ്മൾ ഓഫ് ചെയ്താലും ആ ഒരു അഡാപ്റ്റർ UPSൻ്റെ ആ ഒരു പവർ ഉള്ളതുകൊണ്ട് തന്നെ കണ്ടാൽ നമുക്കിപ്പോഴും അത് ഓണായിരിക്കുന്നത് കാണാം. സോ അതാണ് ഈ ഒരു റൗട്ടർ UPS എന്ന് പറയുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും റൗട്ടർ UPS എന്ന് പറയുന്നത്. പക്ഷേ അതിനേക്കാളും എനിക്ക് കൂടുതൽ യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു അഡാപ്റ്റർ UPS ആണ്. അതായത് റൗട്ടർ UPSനേക്കാളും കൂടുതലായിട്ട് ഈ ഒരു അഡാപ്റ്റർ UPS ആണ് കൂടുതൽ യൂസ്ഫുള്ളായിട്ട് തോന്നിയിരുന്നത്. കാരണം ഇത് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇത് കണ്ടില്ലേ, അതായത് ഞാനിത് പ്ലഗ് ചെയ്തിട്ട് കൂടി ഇല്ല, പക്ഷേ അത് നമുക്കവിടെ ആ ഒരു പവർ അപ്പായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിത് പ്ലഗ് ചെയ്യുകയും ചെയ്യാം. അതായത് നമ്മൾ ഒറ്റ ഒരു പീസ് മതി. നമുക്ക് അതിന് അതിൻ്റെ ഒരു അഡാപ്റ്റർ പിന്നെ വേറൊരു അഡാപ്റ്റർ അങ്ങനെയുള്ള ആവശ്യമില്ല. റൗട്ടർ UPS പോലെ ഈ ഒരു ഒറ്റ അഡാപ്റ്ററിൽ തന്നെ നമുക്ക് എല്ലാ പരിപാടിയും നടക്കും. അപ്പോൾ ഇതായിരിക്കും കൂടുതൽ നന്നായിട്ട് വരിക. അതായത് നമ്മളത് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു അഡാപ്റ്റർ UPS വളരെ ഉപകാരപ്പെട്ട ഒന്നാണ്. പിന്നെ അതുപോലെ തന്നെ ടെക്നീഷ്യന്മാർക്ക്, അതായത് നമ്മൾ ഈ ഫീൽഡിലൊക്കെ പോകുന്ന ടെക്നീഷ്യന്മാർക്ക് ഏറ്റവും ഉപകാരപ്പെട്ട ഒന്നാണ്. കാരണം വെച്ചാൽ നമ്മളിപ്പോൾ അവിടെ സ്ഥലത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ അവിടെ കറണ്ട് ഇല്ല, പവർ ഇല്ലെങ്കിൽ നമുക്ക് ഈ മീഡിയ കൺവെർട്ടർ അല്ലെങ്കിൽ റൗട്ടേഴ്സൊക്കെ ഇതുപോലെ പവർ അപ്പ് ചെയ്യാനായിട്ട് ഇതുപോലത്തെ ഒരു റൂട്ടർ നമ്മൾ ഒരു അഡാപ്റ്റർ UPS നമ്മുടെ ബാഗിൽ കരുതിയാൽ മതി. നമുക്ക് ഓട്ടോമാറ്റിക്കലി തന്നെ നമ്മുടെ ആ ആവശ്യം നടക്കും. അത് അത്യാവശ്യം നമുക്ക് കംപ്ലയിൻറ്റ് ചെക്ക് ചെയ്യാനൊക്കെ സാധിക്കും. അതുകൊണ്ട് തന്നെ ടെക്നീഷ്യന്മാർക്കും വളരെ ഉപകാരപ്പെട്ട ഒന്നാണ് ഈ ഒരു റൗട്ടർ UPS എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ഈ റൗട്ടർ UPSനെ കുറിച്ചുള്ള വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. സോ ഷെയർ ചെയ്യുക, ഇത്തരം ഇൻഫർമേഷൻസും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.